എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പേടിക്കണ്ട, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നുമല്ല, വേറൊരു കാര്യ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കാര്യം ചോദിച്ചാൽ മതി, മുഖവരിയൊന്നും വേണ്ട. ചോദിക്കാനുള്ളത് സേതുവിനെ കുറിച്ചാ, കുട്ടിച്ചന്റെ മകനെ കുറിച്ച്. കൊന്നതാണോ എന്ന സംശയമായിരിക്കും. ആ കിളവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്നെ സംശയിക്കണ്ട. അതോ ഇപ്പൊ നോട്ടപ്പുള്ളി ആയിരിക്കുന്ന സമയത്ത് അതും കൂടി എന്റെ തലയിൽ ചാർത്താനാണോ? കാര്യം എന്താന്ന് കേൾക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രതികരിക്കുന്ന എന്തിനാ? ഞാൻ പറയാമെന്ന വിഷയത്തില് തർക്കിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. സേതുവിനെ കുറിച്ചുള്ള ഒരു കാര്യം അതറിയാമെങ്കിൽ ഒന്ന് പറയണം. ചോദിക്ക്. സേതുവിനൊരു പ്രണയം ഉണ്ടായിരുന്നോ? സേതു മരിച്ചിട്ട് എത്ര വർഷമായി? എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ഒരു അന്വേഷണം? സേതുവിനൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് സാരംഗിന് അറിയായിരുന്നോ? അതാ എനിക്കറിയേണ്ടത്. ആ സ്ത്രീയുടെ പേര് പത്മ എന്നായിരുന്നു. അതിനെക്കുറിച്ച് അറിയായിരുന്നോ? എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? പത്മയെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. അവര് തമ്മിൽ പ്രണയമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ചില കാര്യങ്ങള് അവനങ്ങനെ വിട്ടു പറയുകയില്ലായിരുന്നു. പത്മയെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? പത്മ അവന്റെ നല്ല സുഹൃത്തായിരുന്നു. അവര് തമ്മിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. സേതുവിന്റെ മരണത്തിന് പത്മ വന്നിരുന്നോ? ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടില്ല. മരണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ തിരിച്ചറിയില്ല. പിന്നെ എപ്പോഴെങ്കിലും ആ പത്മയുടെ ഒരു കോളോ അങ്ങനെ എന്തെങ്കിലും സാരംഗിന് വന്നിട്ടുണ്ടോ? ഇതൊരുമാതിരി പോലീസുകാരുടെ ചോദ്യങ്ങൾ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ എപ്പോഴോ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പത്മ എന്ന് പറയുന്ന സ്ത്രീ വിദേശത്താണെന്ന്. എനിക്ക് അവരുമായിട്ട് സംസാരിക്കേണ്ടി പോലും വന്നിട്ടില്ല. ഓക്കെ, എനിക്കത്ര അറിഞ്ഞാൽ മതി. താങ്ക്സ്. അല്ല, എന്തിനാ അവരുടെ വിഷയങ്ങൾ ഇത്രയും ചോദിക്കുന്നത്? പത്മയ്ക്കൊരു കുഞ്ഞുണ്ട്, സേതുവിന്റെ മകള്. സംസാരിച്ചുറപ്പിക്കാനാ വന്നത്. ഞങ്ങൾ ആ കുട്ടിയെ കണ്ടിരുന്നു. എവിടെ? അത് കുട്ടിച്ചനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ആ, ഒരു കാര്യം കൂടെ. ഇനി ഇതിനെക്കുറിച്ച് സാരംഗ് എൻക്വയറി ഒന്നും നടത്തണ്ട. ഒന്നേ, എന്താടി നാളെ നിന്റെ ഏട്ടന്റെ കമ്പനി ഉദ്ഘാടനമായിട്ട് ഞങ്ങളെയൊന്നും ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കേണ്ടവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. എടാ, ഈ കമ്പനി മാനേജർ എന്ന് പറഞ്ഞാലേ അതൊരു വലിയ പൊസിഷനാ. എന്ന് പറഞ്ഞാ ഈ മുതലാളിമാര് പോലും അറിയാതെ കമ്പനിയെ തുറക്കാൻ പറ്റുന്ന ഒരാൾ. SG കമ്പനി താഴെ വീണപ്പോ ഇവളുടെ ബുദ്ധിമാനായ ഏട്ടൻ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി അങ്ങ് പുറത്തിറങ്ങി. സാധാരണ കൊള്ളയടിക്കുന്നവർക്കൊക്കെ കൊള്ള മുതൽ പുറത്തെടുക്കാൻ വേണ്ടി ഇത്തിരി സമയമൊക്കെ വേണം. ഇവളുടെ ഏട്ടന് അതുപോലും വേണ്ട. മിടുക്കനല്ലേ? എന്റെ ഏട്ടനെ കുറിച്ച് നീ എന്താടാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ? അന്യന്റെ പണത്തിനോടെ എന്റെ ഏട്ടന് ആർത്തിയൊന്നുമില്ല. പിന്നെ സർക്കാർ വന്ന് മുദ്ര വെച്ച് പോയ SGയിൽ നിന്ന് അതിന്റെ മുതലാളിമാർക്ക് പോലും കാശെടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ടല്ലേ അവിടുത്തെ മാനേജർക്ക് ശമ്പള കുടിശ്ശിക കിട്ടാനുള്ള കണക്കുകള് ഏട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു കമ്പനി തുടങ്ങിയാ അത് നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിലനിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടി. നിന്റെ ഏട്ടനുണ്ടല്ലോ, എന്റെ ആന്റിക്ക് വേല വെച്ചവനാ. ആന്റി ജയിലിൽ കിടക്കാണെങ്കിലും ഞാൻ പുറത്തുണ്ട്. നീ നിന്റെ ഏട്ടനോട് പറഞ്ഞേക്ക്, അയാളെ ഞങ്ങൾ കാണേണ്ട രീതി കാണുന്നുണ്ടെന്ന്. നിർത്തടാ. ഇവന്റെ കാശിന്റെ ബലത്തിലെ നാണമില്ലാത്ത നിനക്ക് പലതും കിട്ടുന്നുണ്ടായിരിക്കും. അതിന്റെ ബലത്തിൽ കയറി എന്നോട് സംസാരിക്കാൻ വരരുത്. നീയൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലടാ. ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് എന്റെ ഏട്ടന് നന്നായിട്ട് അറിയാം. നിന്റെ ഭീഷണിയൊക്കെ വേറെ ആർക്കെങ്കിലും മതി. ഏട്ടന്റെ കൈയുടെ ചൂട് എന്താന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളതാണല്ലോ നീ. അതെടി, അവന്റെ കൈയുടെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലോ നിനക്ക് ഇത്ര അഹങ്കാരം തുടങ്ങിയത്. മോളൊരു കാര്യം ചെയ്യ്, നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് ഒരു ആശംസയായിട്ട് നീ നിന്റെ ചേട്ടനോട് പറഞ്ഞേക്ക്, ഇന്ന് വരെ അയാൾ പെട്ടിട്ടില്ലാത്തൊരു കുരുക്കില് അയാളെ ഈ രാഹുൽ പെടുത്തുവന്ന്. ചെല്. ഞാൻ പറഞ്ഞേക്കാം. ആന്റിയെ കാണാൻ ജയിലിൽ പോകുമ്പോ നീയും പറഞ്ഞേക്ക്. സാരംഗ് സാറിനെ കളിപ്പാട്ടം പോലെ കൊണ്ടു നടന്നതുപോലെ ആവില്ല
രഞ്ജിത്തേട്ടനോട് കളിക്കാൻ ഇറങ്ങുന്നതെന്ന്. അവള് വലിയ കലിപ്പിലാണല്ലോടാ. അവന്റെ ബലവാ. നീ എന്തോ കുരുക്കിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ സംഭവം? അയാൾക്കുള്ള പണി ആന്റി ഓങ്ങി വെച്ചതാ. അത് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. നിന്റെ പ്ലാൻ എന്താന്ന് പറ. അത് കണ്ടറിഞ്ഞാ മതി. വല്ലാതങ്ങ് സന്തോഷിക്കട്ടെ. ആ സന്തോഷം നമുക്കില്ലാതാക്കി കൊടുക്കാം. ഏട്ടാ, അവന് കുറച്ച് വൃത്തികെട്ട കൂട്ടുകാരുണ്ട്. അവൻ പറഞ്ഞ അവരെന്തും ചെയ്യും. ക്യാമ്പസിൽ ഞങ്ങൾ കാണുന്നതല്ലേ. ചെറുക്കൻ ആന്റിക്ക് വേണ്ടി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുവാണല്ലോ രഞ്ജിത്തെ. എന്തേ ഏട്ടാ? ഏട്ടനോടുള്ള ശത്രുത മാത്രമല്ല, എന്നോടുള്ള ശത്രുതയുണ്ട് ഇതിന്റെ പുറകില്. നീ പറ, അവനും അവന്റെ കൂട്ടുകാർക്കും എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു ഓഫീസില്ല. ഇതുവരെ 1 രൂപ പോലും നമ്മൾ ഒരിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെ തടസ്സം നിൽക്കാനാ? ഈ വീട്ടുവാതിൽക്കൽ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് തടസ്സം നിൽക്കാൻ. ഏട്ടനെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടി എനിക്കുണ്ട്. അത്യാവശ്യം മുട്ടി നിൽക്കാൻ ധൈര്യമുള്ളവനാണ് ഞാനെന്ന് അവന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു ജീവിതമല്ലേ. ഒരാൾ തടസ്സം പറയുമ്പോ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ അടിച്ചൊതുക്കി മുന്നോട്ട് പോകണം. അല്ല, ആരാ ഇത് പറയുന്നേ? സാരംഗിന്റെ കൂട്ടുകാരെന്തോ പറഞ്ഞപ്പോ തളർന്നു പോയിന്ന് പറഞ്ഞ ബിസിനസ്മാൻ ആണോ? അന്ന് അവന്മാര് പറഞ്ഞതില് ഒരു അഴിമതിയുടെ മണമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഒരു ക്രിമിനലിന് വേണ്ടി അവളെക്കാൾ ക്രിമിനലായ ഒരു അനന്തരവൻ പക തീർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നേരിടുക എന്ന് പറയുന്നത് ഒരു ത്രില്ല. ഇനി നിന്നെ അവൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാലേ നീ ധൈര്യമായിട്ട് തിരിച്ചു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഏട്ടന്റെ അടുത്തേക്ക് പോയാൽ അവൻ അവന്റെ ഒരു കയ്യോ കാലോ മറന്നേക്കാൻ പറ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രളയത്തിൽ അകപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ ഈ ജീവിതം. അതിനാര് തടസ്സം നിന്നാലും അവനെ ഞാൻ തീർത്തിരിക്കും. ചേച്ചി, ഇത്രയൊക്കെ നിന്റെ ഏട്ടൻ പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ? പോവാൻ പറ അവനോട്. എടി, രഞ്ജിത്തിന്റെ കാര്യത്തിൽ നീ ഒന്നും പേടിക്കണ്ട. ആത്മവിശ്വാസം മനസ്സിൽ കയറിയ നിന്റെ ഏട്ടനെ ഈ പറഞ്ഞ രാഹുലിന് തോൽപ്പിക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന അവന്റെ ആന്റിക്കും പറ്റില്ല. ഇതെന്താ കിടക്കുന്നില്ലേ? കിടക്കാം. ഉറക്കം വരുന്നില്ല. അതിന്റെ കാരണം ഞാനല്ലേ? കുട്ടിച്ചനോ? അതെ. സേതുവിന്റെ മകളെ കണ്ട കാര്യം ഇവിടെ വന്ന് പറയണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ അസ്വസ്ഥത ഉണ്ടാവായിരുന്നില്ലല്ലോ. സേതുവിന്റെ മകളെ കണ്ട കാര്യം കുട്ടിച്ചൻ പിന്നെ എവിടെയാ പോയി പറയേണ്ടത്? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നരുത്. എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. ലക്ഷ്മി, താനിത് ഇങ്ങനെ പറയുമ്പോ അതൊരു ചെറിയ ആവശ്യമാ. എന്തേ അത് ചെയ്തുകൂടെ എന്ന് ആർക്കും ചോദിക്കാം. പുറത്ത് ജനിച്ചു വളർന്ന കുട്ടിയാ. സംസാരിക്കാനും സംസാരം മുറിക്കാനും ഒരു മടിയും ഉണ്ടാവില്ല. അധികാരം കാണിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ആ കുഞ്ഞ് അവളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നാണോ? അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ അവിടെ ഒന്നും പോവാം. താൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു എന്ന് ഒരു അപേക്ഷയായിട്ട് പറഞ്ഞോളാം. കുട്ടിച്ചൻ അവിടെ ചെന്നിട്ട് ഫോണൊന്ന് കുഞ്ഞിന്റെ കൈ കൊടുത്താൽ മതി. ഞാൻ സംസാരിച്ചോളാം. അതൊന്നും നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. പൊതുവെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനമ്മമാര് തന്നെ ഒരു ബാധ്യതയാ. അപ്പൊ പിന്നെ മുൻഗാമികളോടുള്ള നിലപാട് അല്പം കുഴപ്പമായാലും പറയാനുണ്ടോ? ഇത്രയും കാലം അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടി വളരെ അടുത്ത് മാത്രം വെളിപ്പെട്ട ഒരു സത്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് വൈരാഗ്യം തോന്നും. എല്ലാം ചിന്തിക്കണ്ടേ നമ്മള്? അവള് വരും കുട്ടിച്ച. ഇത് അവളുടെ അച്ഛന്റെ വീടാ. നമ്മളുടെ അടുത്തേക്ക് അവള് വരും. നാളെ ഒന്നുകൂടി പോവാം. കുട്ടിച്ചൻ ഭാഗ്യവാനാ. 2 തവണ അവളെ കണ്ടല്ലോ. ഞാൻ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ കൊണ്ടുപോയില്ലേ ലക്ഷ്മി?
ആ ഫാദർ, ഞങ്ങൾ പോകുന്ന വഴിയാ ഫാദർ. ഇരിക്കടോ. ഇല്ല ഫാദർ, ഇരുന്ന സമയം തികയില്ല. ഞങ്ങൾ പോയിട്ട് വരാം. ഡാ, നീ ആദ്യമായിട്ടല്ലടാ സ്നേഹയുടെ ബന്ധുക്കൾ കുറച്ചുപേരെങ്കിലും കാണാൻ പോകുന്നത്? അതെ, അതിൻ്റെ ഒരു ചമ്മലുണ്ട്. ചമ്മലോ? അതെന്തിനാടാ ചമ്മല്? അതല്ല ഫാദർ, അവിടെ ചെന്നിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അടുത്ത് വന്നിരുന്ന് ഊരും പേരും ഒക്കെ ചോദിക്കുമല്ലോ. അപ്പം അച്ഛനും അമ്മമാരെ കുറിച്ചൊക്കെ ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വന്നാലേ രംഗനാഥൻ കൂടെ നിൽക്കുമല്ലേ? ഇതാണ് എൻ്റെ അച്ഛനെന്നങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചാലോ? നിന്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ അച്ഛനുണ്ട്, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലടാ. അതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. ഇറങ്ങുന്നതിന് മുമ്പ് പലതവണ ഇതെന്നോട് ചോദിച്ചതാ. ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞു. എവിടെ കേൾക്കാനാ? അരുൺ, ഒരു കാര്യം താ മനസ്സിൽ വെച്ചോ. ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, നിഷേധിക്കണ്ട എന്ന് കരുതി. പക്ഷേ അത് തന്നെ ആരും അവമാനിക്കുന്ന അവസ്ഥയിലാവില്ല. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഒരു നിമിഷം പോലും നമ്മളവിടെ നിൽക്കില്ല. കഴിഞ്ഞല്ലോ തന്റെ പേടി. ഫാദർ, 25 ലക്ഷം ഉണ്ട്. ഫാദർ ഒന്ന് എണ്ണുന്നോ? എടോ, ഇത്രയും തുക ആദ്യമായിട്ടാ ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നു. ഇതിപ്പോ എണ്ണാനിരിക്കാന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് ഈ പുത്തൻ നോട്ടിന്റെ മണം എനിക്കതൊന്നും ചേരുന്നതല്ല. എടാ അരുണേ, ഇപ്പൊ ഈ കാശ് കൈ കൊണ്ടുപോകുന്നതിന് ചില പരിമിതികളൊക്കെ ഇല്ലേ? ഇത്രയും പണം ഞാൻ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? പേടിക്കാനൊന്നുമില്ല ഫാദർ. അങ്കിള് പണം പിൻവലിച്ചതിന് കൃത്യമായ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്, അത് മതി. ഓ, ഇതിനി അവിടെ എത്തിക്കുന്നത് വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഫാദറിന് എന്താ കുഴപ്പം? ഫാദർ ഈ ബാഗും പിടിച്ച് നടന്നാ തന്നെ കുട്ടികൾക്കുള്ള മിഠായിയോ കളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെന്നല്ലേ ആളുകൾ കരുതൂ. ഓ, ആയിക്കോട്ടെ. രംഗനാഥ, തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിക്കോണം. വേറെ ഒന്നുമല്ല, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ ഫാദർ. പോയിട്ട് പറ്റേ ഫാദർ. അതെ, നീ പോകുന്നിടത്ത് നീ നേരത്തെ പറഞ്ഞ ചമ്മലുണ്ടല്ലോ, അത് നീയായിട്ട് കാണിക്കണ്ട, കേട്ടല്ലോ? ശരി ശരി, വരും. അമ്മ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്? കുറച്ച് സ്പീഡ് കുറയ്ക്ക്. അതെ, ഞാൻ റെഡിയാവാൻ വൈകി. ഇനിയിപ്പോ അനാമികയുടെ അടുത്ത് എത്തണ്ടേ? നിനക്ക് കുറച്ച് നേരത്തെ റെഡിയാവായിരുന്നില്ലേ മോളെ? അവര് നിന്നെ മാത്രമല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. കുഴപ്പമില്ല അമ്മ, ഇപ്പൊ ഇറങ്ങിയ കറക്റ്റ് ആയിരിക്കും. അമ്മ ഞങ്ങളുടെ ഒരു ഫംഗ്ഷനാ മുഖ്യം കേട്ടോ, മറക്കണ്ട. അതിനെന്താ, എപ്പോ വേണമെങ്കിലും പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ക്ലാസ് മുടക്കിയിട്ടുള്ള ഒരു ആഘോഷം ഞാൻ സമ്മതിക്കില്ല. എടാ, നമുക്ക് ഈ വീക്കെൻഡ് അങ്കിളിന്റെ ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കാം. അതിനെതിരൊരു ഭീഷണി പോലെയൊക്കെ പറയുന്നേ. പോയിക്കോ, അവധി കിട്ടുമ്പോ 3-4 ദിവസം അവിടെ പോയി നിന്നോ. പിന്നെ ഞങ്ങളങ്ങനെ പോയിന്നാ അമ്മ അങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവുകയല്ലേ? ഇവിടെ ഇപ്പൊ അമ്മൂമ്മയില്ലേ, അല്ലെങ്കിൽ സുമയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പിള്ളേരെ പ്രതീക്ഷിച്ച് അച്ഛനമ്മമാർക്ക് ജീവിക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റുന്നത് വരെ അമ്മയാണ് ലോകത്തിൽ ഏറ്റവും വലുത്, അമ്മയുടെ അടുത്ത് നിന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ തനി സ്വഭാവം പുറത്തു വരും. നിങ്ങളുടെ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്, കാണാൻ കിട്ടാറില്ലായിരുന്നല്ലോ ഞങ്ങക്ക്. അതച്ഛന്റെ കാര്യം. ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ കാര്യത്തിൽ ആ ഗ്യാരണ്ടി ഇല്ലേ? എനിക്ക് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പുറത്തു പോവേ, അവിടെ സെറ്റിൽ ആവോ, എന്ത് വേണമെങ്കിലും ആയി, അമ്മ ഒരു പരാതി ഇനി പറയില്ല. പക്ഷെ അതിന്റെയൊക്കെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുള്ളവര് അത് ആദ്യം നന്നായിട്ട് ചെയ്യണം. സുമേ, സാരംഗ് രാവിലെ തന്നെ പോയോ? അതിരാവിലെ തന്നെ പോയി. മനുഷ്യരാരെങ്കിലും എഴുന്നേക്കുന്നതിന് മുമ്പ് എവിടെയാ പോകുന്നത്? അല്ല, കടം ചോദിക്കാൻ പോകുന്നവന് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ കാര്യം അതൊന്നും അല്ല മുമ്മേ. രഞ്ജിത്ത് അങ്കിളുടെ ഉദ്ഘാടനം അല്ലേ, അതിന്റെ ഒരു കോംപ്ലക്സ് കാണും. അത് കറക്റ്റാ. അച്ഛൻ മുങ്ങിയതാ. അങ്കിളിനോടും ആന്റിയോടും വലിയ തിരക്കാണെന്നല്ലേ പറഞ്ഞത്? അത് കാണിക്കണ്ടേ? അല്ലേ അമ്മേ?
എനിക്കറിഞ്ഞൂടാ. ഞാൻ എഴുന്നേക്കുക. നിങ്ങൾ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. മാഡം ഉച്ചയ്ക്ക് വരില്ലേ? എന്തിനാ? ഭക്ഷണത്തിനുണ്ടാവുമെന്ന് അറിയാനാണോ? എന്തായാലും ഉണ്ടാക്കണം. അമ്മയുള്ളതല്ലേ. ഞാൻ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ കഴിച്ചോളാം. പോയിട്ട് വരട്ടെ അമ്മ. അതെ, രണ്ടാളുടെ അഭിപ്രായമൊക്കെ അമ്മമ്മ കേട്ടു. നിങ്ങളുടെ അച്ഛൻ കൺമുമ്പിൽ ഇല്ലാതെ പോയപ്പോഴും അമ്മുമ്മയുടെ കൂടെ അപ്പൂപ്പനുണ്ട്. എന്ത് സങ്കടം പറഞ്ഞാലും ഇരുന്ന് കേൾക്കും, ആശ്വസിപ്പിക്കും. നിങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരാളില്ല. അപ്പോ അമ്മയുടെ സങ്കടം കേൾക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും നിങ്ങൾ രണ്ടുപേരും തന്നെയാ. ഞാൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് അമ്മ ഞാൻ ജോലിക്ക് പോലും വിടില്ല. ഇവിടെ ഇരുത്തി പൊന്നുവരെ നോക്കും. മതിയടാ മതി. ഈ ആമ്പിള്ളാരുടെ ഒരു സ്ഥിരം വർത്താനം ഇത്. എന്നിട്ട് കുറെ നാള് കഴിയുമ്പോ അമ്മുമ്മ പറയുന്ന പോലെ അമ്മയും പരാതി പറഞ്ഞു തുടങ്ങും അല്ലേ? മതി മതി, കഴിച്ചിട്ട് രണ്ടാളും പോവാൻ നോക്ക് പെട്ടെന്ന്. കമല, നീ ഇറങ്ങുന്നില്ലേ? ദാ വരുന്നു. നീ എന്താ ഈ കാണിക്കുന്നേ? 1 മണിക്കൂർ മുൻപ് റെഡിയാവാൻ പറഞ്ഞ അവിടെ അങ്ങ് കിടന്നോളൂ. അതിനുശേഷം 10 മിനിറ്റ് കൊണ്ടുള്ള ഓട്ടവും ചാട്ടവും. വെയിറ്റ് ഡിയർ, ദാ കഴിഞ്ഞു. എന്താ? കമലമോള് അത് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. കുഴപ്പമില്ല. കമലമോളോടൊരു കാര്യം പറയാനായിരുന്നു. ചാരു, വാ ഇറങ്ങാം. മോളെ, മുത്തശ്ശൻ മോളെന്ന് കാണാനാ വന്നത്. എന്തിനാ വന്നത്? ഈ ഏജിൽ ഇത്ര ദൂരം വരുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചൂടെ? എന്റെ അല്ല, മുത്തശ്ശിയുടെ ഒരു അപേക്ഷയാണ്. കുറെ കാലം കിടപ്പിലായിരുന്നു. ഇപ്പൊ ഒരു വീൽ ചെയറിലേക്കായി. അവൾക്ക് മോളെ ഒന്ന് കാണണമെന്ന്. കണ്ടിട്ട് മോളെ ഇങ്ങ് പോന്നോ? വേണ്ട, ഞാൻ വരില്ല. മോളെ, നീ ഞങ്ങളുടെ രക്തമാണ്. ഓ, തുടങ്ങി രക്തത്തിന്റെ വിശേഷങ്ങള്. ഞാൻ പറഞ്ഞല്ലോ, അത് കേൾക്കുന്ന തന്നെ എനിക്ക് വെറുപ്പാ. പക്ഷേ ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. നോക്ക്, ഒരു 50 മിനിറ്റ്സില് എനിക്കും ചാരുനും അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ചാരു, നീ ഡോർ അടയ്ക്ക്. അത് ലോക്ക് ചെയ്യാനല്ലേ പറഞ്ഞത്? ശരി. നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ല. ഇങ്ങനൊരാൾ നിങ്ങൾക്കില്ല. അങ്ങനെ കരുതിയാ മതി. ഞങ്ങളെ കൊണ്ട് ഇനി അങ്ങനെ പറ്റുമോ? മോളെ, കുറച്ച് സമയമല്ലേ വേണ്ടു. അവിടം വരെ ഒന്ന്. എനിക്ക് പറ്റില്ല. എന്നെ അതിന് നിർബന്ധിക്കരുത്. അമ്മ പോയതോടെ എനിക്ക് ഈ ഭൂമിയിൽ മറ്റ് റിലേറ്റീവ്സ് ഒന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ചാരു, ചെന്ന് വണ്ടി എടുക്ക്. കമല, നിന്നോട് ചെന്ന് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത്? മോളെ, നിങ്ങൾ ഈ കാണിക്കുന്ന ഡിസ്റ്റർബൻസിന്റെ പേരാണ് സ്നേഹോങ്കി. എനിക്ക് അതിനോട് വെറുപ്പാ. എന്നാൽ ഇതൊരു വലിയ കഷ്ടമായി പോയി. ഒരു വലിയ കമ്പനിയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറെ പ്രതീക്ഷിച്ചു. നിന്നോടനെ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ പറഞ്ഞേ. ഇതൊരു വലിയ കമ്പനിയൊന്നും അല്ല. നിന്റെ പാവപ്പെട്ട ചേട്ടന്റെ ഒരു ചെറിയ കമ്പനിയാ. ഇതൊരു തുടക്കം മാത്രമല്ലേ. കുറച്ചുനാൾ കഴിയുമ്പോ ഒരു വലിയ ഓഫീസൊക്കെ ആവുമല്ലോ. അപ്പൊ ഗംഭീരമായ ഉദ്ഘാടനമൊക്കെ കാണുമല്ലോ. എന്നിട്ട് വേണം എനിക്ക് എന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കാൻ. ഓടി, അത് മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും. നിന്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയാ കാണേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കണം കേട്ടോ. അല്ല, ഈ പരമ്പരാഗത കലകളോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ നേരത്തെ പറയണം കേട്ടോ. കളിയാക്കൊന്നും വേണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏട്ടനെ വച്ചിട്ട് കേറ്റുമായിരിക്കും. രണ്ടുപേരോടൊക്കെ ഒരു കാര്യം പറയുക.
പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനെ കുഴപ്പിക്കുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കളയരുത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതങ്ങ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും പ്രശ്നം ഉണ്ടാവില്ല. മലയോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നെങ്കിലും കിട്ടുമെന്നാ പറയുക. നീ കുന്നോളം ആഗ്രഹിച്ചാ മതി, അപ്പോഴേ ഇത്തിരി മണ്ണ് കിട്ടും. ഞാൻ ഹാപ്പിയാ. ആ മൈഥിലി, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അതിനെന്താ, നമുക്കൊരു തുടക്കം വേണമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ ഏത് രീതിയിലായാലും കുഴപ്പമില്ല. കേട്ടോടി ബുദ്ധിയുള്ളവര് പറയുന്നത്. ഇവൾക്ക് വലിയ പരാതി, ഉദ്ഘാടന ചടങ്ങിന് നിറം പോരാന്ന്. അവള് കുഞ്ഞല്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉത്സവമല്ലേ, അങ്ങനെ പറഞ്ഞതാവും. മൈഥിലി, സാരംഗ് വീട്ടിലുണ്ടോ? ഇല്ല, രാവിലെ എവിടേക്കോ പോയി. എന്തിനാ രഞ്ജിത്ത്, ആശംസകൾക്ക് വേണ്ടിയാണോ? ഏയ്, വെറുതെ ഇടയിലങ്ങ് ചിന്തിച്ചു പോയി അയാള് വന്നാലോ എന്ന്.